പ്രിയപ്പെട്ട സർക്കാർ ശ്രീ പിണറായി വിജയൻ സാറിന് എൻ്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-8 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സർ. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ. ഈയിടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട്. പക്ഷെ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷി ഇല്ലാതെ ആകുകയാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോവധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം. ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ. എന്നെ മാത്രമല്ല, എന്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇനിയുള്ള എൻ്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഇതിൽ നിന്നും ഞങ്ങളെ എല്ലാവരും രക്ഷിക്കണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ആളെ മനസ്സിലായോ? നമ്മുടെ പഴയ സീരിയലിലെ, പരസ്പരം സീരിയലിലെ നമ്മുടെ ദീപ്തി IPSന്റെ സ്വന്തം അമ്മായിയമ്മ, സൂരജിന്റെ അമ്മ. നമ്മളെല്ലാവരും ആ ഒരു സീരിയലിലൂടെ ഇവരെ നമുക്ക് നല്ല വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും ഇവർ ഇന്നലെ ഇവരുടെ സോഷ്യൽ മീഡിയ വഴി ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേയധികം യൂട്യൂബേഴ്സ് അവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അവരെ മാനസിക സംഘർഷത്തിലാക്കുന്നു, അവർക്കെതിരായിട്ട് ഭയങ്കരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയോടാണ് അവർ പരാതി പറയുന്നത്. ഈ യൂട്യൂബേഴ്സ് എല്ലാം എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, എനിക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള ഉത്തരവാദികൾ യൂട്യൂബേഴ്സ് ആയിരിക്കും എന്നുള്ളത് യൂട്യൂബേഴ്സിനെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇവർ പറയുന്നുണ്ട് ഇവർക്ക് ഭയങ്കര മാനസിക സംഘർഷമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരിയായിരിക്കാം, ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഇവർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കാം. എങ്കിൽ ആ യൂട്യൂബേഴ്സ് ആരാണെന്നും അത് തെളിവ് സഹിതം പരാതി കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കുക. അല്ലാതെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞുകൊണ്ട് എന്ത് പ്രയോജനം? നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ പരാതി കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കണം. പിന്നെ ഇവര് യൂട്യൂബേഴ്സിനെ മൊത്തത്തിലാണ് പറയുന്നത്. ഇവർക്കെതിരെ ആരാണ് വീഡിയോ ചെയ്തതെന്നുള്ളത് അത് തെളിവ് സഹിതം പറയുക, അല്ലെ അവരുടെ പേരുൾപ്പെടെ, ചാനലിന്റെ പേരുൾപ്പെടെ പറയുക. ഈ പറയുന്ന നമ്മളാരും ഇവരുടെ വീഡിയോസോ ഒന്നും തന്നെ ചെയ്യാൻ പോയിട്ടില്ല. അപ്പൊ എന്തായാലും ഇവര് കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ചാനലിന് ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്ക് കാണാം. എവിടെയെങ്കിലും ഇരുന്നൊന്ന് കമന്റ് ചെയ്തിട്ട് പോകുന്നില്ലല്ലോ. ആ ഓരോ കമന്റ്സും മറ്റൊരാളുടെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു മനസ്സ്. ആദ്യമൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ അധ്വാനിക്കുന്നു. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എൻ്റെ ചോര നീരാക്കി ഞാൻ അധ്വാനിച്ച് കൊണ്ടുവരുന്ന പൈസയിൽ ഞാൻ ജീവിക്കുന്നു. ഒരാൾ വന്ന് കമന്റ് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാ വിഷമിക്കേണ്ട ആവശ്യം? അല്ലെങ്കിൽ അത് കേട്ടിട്ട് പോയി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നു അല്ലേ? എത്രയോ പേരുണ്ട് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ദൈവം തന്ന ജന്മം എനിക്ക് ദൈവം തിരിച്ചെടുക്കുമ്പോൾ ഞാൻ പോകും. എനിക്ക് അതിൻ്റെ നടുക്ക് പല പ്രതിസന്ധികളും ഞാൻ ചിലപ്പോൾ നേരിട്ടുവന്നിരിക്കും. അതെനിക്ക് ദൈവം തരുന്ന ടാസ്ക് ആയിട്ട് ഞാൻ വിചാരിക്കും. അതിനെ അതിജീവിച്ച് ഞാൻ മുമ്പോട്ട് പോവുക എന്നുള്ളത് എൻ്റെ വിൽ പവർ. ഞാൻ പോകുന്നു. എൻ്റെ ടൈം കഴിഞ്ഞു, ഭൂമിയിൽ നീ തിരിച്ചു വരാറായി എന്ന് പറയുമ്പോൾ തന്നെ വിളിക്കും, അപ്പം ഞാൻ പൊക്കോളൂ. അതിനിടയ്ക്ക് ഇനി ആര് വന്ന് എന്ത് പറഞ്ഞാലും ഇതിലൂടെ കേട്ട് ഞാൻ ഇതിലൂടെ കളഞ്ഞിട്ട് പോകും. കേട്ടല്ലോ, കുറച്ച് നാളുകൾക്ക് മുന്നേ അവർ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞ എന്താ, എന്നെ എന്ത് പറഞ്ഞാലും അല്ലെ എന്ത് കമന്റ് വന്നാലും ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല, ഞാനിത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയും എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. അവരാണ് ഇപ്പൊ വന്നിട്ട് ആത്മഹത്യ ഭീഷണിയാണ്, അതായത് യൂട്യൂബേഴ്സ് കാരണം എനിക്ക് ഭയങ്കര മാനസിക സംഘർഷമാണ്, ഇതിനെതിരെ നടപടി എടുക്കണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒന്നടങ്കം യൂട്യൂബേഴ്സിനെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് വന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അത് ആരാണ്, ഇവർക്കെതിരെ ഏത് ചാനലാണ്, അല്ലെങ്കിൽ അവരുടെ പേരെന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തണം. ഇതല്ല.
മൊത്തത്തിലാണ് ഇവര് പറയുന്നത്. അപ്പൊ പിന്നെ നമുക്ക് പ്രതികരിക്കാതെ വേറെ വഴിയില്ല. അതുപോലെ തന്നെ ഇവർക്ക് കിടിലം മറുപടി നമ്മുടെ സത്യഭാമ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കലാമണ്ഡലം സത്യഭാമ അവരവരുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ 5 കെട്ടിയ നീയാണോ ഇത് വന്ന് പറയുന്നത്? അങ്ങനെ 5 കെട്ടിയ നിന്റെ പിള്ളേര് വെറുതെ വിടുവോ? അവര് നിന്നെ എടുത്തു വെച്ച് ഉടുക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ട് കലാമണ്ഡലം സത്യഭാമയും കൊടുത്തിട്ടുണ്ട് ഒരു താങ്ങിവർക്കിട്ട്. എന്തായാലും ഇവര് പറയുന്നതിൽ ഒരു പക്ഷെ ന്യായം ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏത് യൂട്യൂബർ ആണ് അത് തെളിവ് സഹിതം പരാതി കൊടുക്കുക. അതല്ലാതെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഭയങ്കര ഇതിൽ മുഖ്യമന്ത്രിക്ക് പരാതി പറയുന്നു, യൂട്യൂബേഴ്സിന് ഒന്നടങ്കം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് കേട്ടിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെ പറയൂ. ഇവർ ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്.